ഓഗസ്റ്റ് ഗോൾഡിൻ്റെ കേസിൽ കുറച്ച് കെയർഫുൾ ആയിരിക്കേണ്ട മന്താണ്. കഴിഞ്ഞ വർഷവും എനിക്ക് ഇതേപോലൊരു അവസ്ഥ ഉണ്ടായി. ലൈക്ക് എനിക്ക് കുറച്ച് സ്ട്രഗ്ലിംഗ് ഫേസ് തന്നൊരു മന്താണ് ഓഗസ്റ്റ്. അതിനുള്ള റീസൺ ICT പറയുന്നത് ഓഗസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് സെപ്റ്റംബർ തൊട്ട് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യാനാണ്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഓഗസ്റ്റിൽ പൊതുവെ ഒരു ട്രഡീഷണൽ വെക്കേഷൻ പീരീഡ് ആണ് US ആൻഡ് യൂറോപ്യൻ മാർക്കറ്റിൽ. സമ്മർ ലൾ എന്ന് പറയും. സോ ആ ഒരു സമയത്ത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഡെഡ് മാർക്കറ്റ് ആയിരിക്കുന്നു, മാർക്കറ്റ് അനങ്ങത്തില്ലെന്നോ ഒന്നുമല്ല, വോളറ്റിലിറ്റി ശകലം കുറയാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഗോൾഡിൻ്റെ കേസിൽ അത് മാത്രമല്ല ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്നത്. സോ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് കുറവായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്, റീറ്റെയിൽ ട്രേഡേഴ്സ്, ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ട് ട്രേഡേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കുറവായിരിക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് അത്രത്തോളം വോളറ്റൈൽ ആയിരിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഡിഫറെൻറ്റ് സിനാരിയോ ഉണ്ട്. ട്രംപാണ് US മാർക്കറ്റ് ഇപ്പം അല്ലെങ്കിൽ US മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് റീസെൻ്റ്ലി കാണാൻ പറ്റുന്നുണ്ട്. ട്രംപ് ഒരു സ്പീച്ച് നടത്തുമ്പം അതിന് അനുസരിച്ച് മാറുന്നുണ്ട്. ആൻഡ് ഓൾസോ ആസ് യു നോ ടാരിഫ് വാർ നടക്കുന്നുണ്ട്. ഇന്ത്യയും US-ഉമായിട്ടുള്ള ടാരിഫ് ഡിസിഷൻസ് ഇപ്പോഴും ഇൻഡിസിഷനാണ്. നമുക്ക് 25% ടാരിഫ് ഇട്ടിട്ടുണ്ട്, ഒരു 25% കൂടെ ഇടും എന്നാണ് പറയുന്നത്. അത് ഡിസിഷൻ ഇതുവരെ അവർ നെഗോഷിയേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റ് വോളറ്റിലിറ്റി അതിൻ്റെ കേസിലും കാണും. നമുക്ക് മാത്രമല്ല വേറെ കുറച്ച് കൺട്രീസിൻ്റെ പേരിലും ടാരിഫ് ഇട്ടിട്ടുണ്ട്. സോ ഇതെല്ലാം ഇൻഡിസിഷൻസ് നിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ ഗോൾഡിലേക്ക് റിലൈസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അത് അങ്ങനെ ഒരു റീസൺ ഉള്ളതുകൊണ്ട് ചിലപ്പം നല്ല മാർക്കറ്റ് മൂവ്സ് കിട്ടിയെന്ന് വരാം. സോ ഇച്ചിരി കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് മെയിൻ റീസൺ. ആൻഡ് ദ തേർഡ് റീസൺ ഈസ് ദാറ്റ് നമുക്ക് നമ്മുടെ ഫെസ്റ്റിവൽ സീസൺസ് വരുവാണ്. സോ ഇപ്പോൾ പ്രീ ഫെസ്റ്റിവൽ സീസണാണ് ഓഗസ്റ്റ്. ഒക്ടോബർ തൊട്ടാണ് ഫെസ്റ്റിവൽ സീസൺ സ്റ്റാർട്ട് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഗോൾഡിലേക്ക് ഡിമാൻഡ് കൂടുതൽ പോകുന്നുണ്ട്. നമ്മുടെ ഗോൾഡിൻ്റെ ഓവറോൾ ഡിമാൻഡ് ഓഗസ്റ്റിൽ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇച്ചിരി ചോപ്പി ആയിരിക്കാൻ ചാൻസസ് ഉണ്ട്. ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ കാണാം ഇച്ചിരി ഇൻഡിസിഷനിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തേച്ചിരുന്നത്. ബട്ട് ഇപ്പോൾ ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ട് പോലെ, അല്ലെങ്കിൽ ബ്രേക്കൗട്ട് അല്ല, ഒരു ബുള്ളിഷ് പാറ്റേണിലേക്ക് മാർക്കറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഇന്ന് രാവിലത്തെ കേസിൽ. ആൻഡ് ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ആൻഡ് ഇറ്റ് മൈറ്റ് നോട്ട് കണ്ടിന്യൂ. ആസ് ഐ സെഡ് ഓഗസ്റ്റ് കുറച്ച് കൺഫ്യൂസിങ് ആകാൻ ചാൻസ് ഉണ്ട്. സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. ആൻഡ് സെപ്റ്റംബർ തൊട്ട് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇപ്പം വേണമെങ്കിൽ കുറച്ച് വോളിയം കുറച്ച് ട്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ റിസ്ക് കുറച്ച് ട്രേഡ് ചെയ്യാൻ നോക്കുക. നല്ല ക്ലീൻ സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രം കയറാൻ നോക്കുക. സോ ബൈ.